ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിനെ കുറിച്ചാണ്. നമ്മുടെ പ്രതിരോധ മേഖല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ വെപ്പൺസ് മാനുഫാക്ചറിങ്ങും അതിൻ്റെ എക്സ്പോർട്ട് സൈഡിനെ കുറിച്ചൊക്കെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വീഡിയോകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഇൻഫർമേഷൻ വാറ് നമ്മളുടെ ആദ്യ സമയങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഒത്തിരി നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരുടെ ഒരുമിച്ച് ഒരു ജോയിന്റ് ഓപ്പറേഷനെ കൂടെ നമ്മളെ ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇന്ത്യക്ക് കൂടുതൽ തെളിവുകൾ നൽകി അതിനെല്ലാം കൗണ്ടർ ചെയ്തിട്ട് പാകിസ്ഥാനും ചൈനയ്ക്കൊക്കെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് ലോകത്തിനെ തെളിയിക്കുവാനും അങ്ങനെ ഇന്ത്യയുടെ ഒരു സൈനിക ശക്തി അല്ലെങ്കിൽ നമ്മളുടെ ടെക്നോളജിക്കൽ പ്രോവസ് നമ്മുടെ സാങ്കേതിക എന്താണ് പറയുന്നത് ആ ഒരു ശക്തി നമുക്ക് ലോകത്തിന് മുമ്പിൽ തെളിയിക്കുവാനും അങ്ങനെ ഇന്ത്യയുടെ ഡിഫൻസ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും കൂടുതൽ നമ്മൾ ഡയറക്റ്റായിട്ട് പാകിസ്ഥാനെയാണ് ഹിറ്റ് ചെയ്തെങ്കിൽ തന്നെയും അതിൻ്റെ ശരിക്കുമുള്ള ഇമ്പാക്റ്റ് ചൈനയ്ക്ക് ആണ് ലഭിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ചൈനയാണ് അത് ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചൈന നമുക്കറിയാം ഈ റഫേൽ വിമാനത്തിൻ്റെ വളരെ ഈ ഗ്ലോബലി അവർ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട അവർ സ്പ്രെഡ് ചെയ്യുകയുണ്ട്. അത് ഈവൻ അടുത്ത സമയത്ത് അമേരിക്കയിൽ നിന്ന് പോലും അവരുടെ ഒരു പഠന റിപ്പോർട്ടിൽ അത് പറയുകയുണ്ടായി. കാരണം ഇന്ത്യൻ റഫേൽ വിമാനങ്ങളെ ചൈനയുടെ പാകിസ്ഥാൻ ഷൂട്ട് ഡൗൺ ചെയ്തെന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റഫേൽ വിമാനത്തിന് ഉണ്ടാകേണ്ട ഗ്ലോബൽ ഡിമാൻഡിനെ അത് താൽക്കാലികമായിട്ട് ബാധിച്ചെങ്കിലും പിന്നീട് അതിനെ തീർച്ചയായിട്ടും കൗണ്ടർ ചെയ്യാൻ ഫ്രാൻസിനും ഇന്ത്യക്കും കഴിഞ്ഞു എന്നുള്ളത് ഈവൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചില റിപ്പോർട്ടുകൾ ഈ റീസെന്റ് ടൈമിൽ വരികയുണ്ട്. അപ്പോൾ അത് ചൈനയുടെയും പാകിസ്ഥാന്റെയും കൂടെ ഇൻഫർമേഷൻ വാറിന്റെ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടയുടെ ഫലമായിരുന്നു. കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഇന്ത്യക്കെതിരെ അവർക്കത് ശക്തമായി ഉപയോഗിക്കാൻ. കാരണം പാകിസ്ഥാൻ പണ്ട് മുതലേ ഈ നറേറ്റീവ് ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ ഈ പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നതിലൊക്കെ ഇന്ത്യക്കാളിലൊക്കെ വളരെ മുൻപിലാണ്. ഇന്ത്യ ഇപ്പോഴും ആ ഒരു എന്താ പറയുക അവസ്ഥയിൽ നമുക്ക് അത്രയ്ക്കൊരു സൈക്കോളജിക്കൽ വാർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാറിലേക്കൊന്നും നമുക്ക് എത്തുവാൻ നമുക്കിതിരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളുടെ വലിയൊരു എന്താ പറയുന്നത് ഒരു ഷോർട്ട് കമ്മിങ് ആണ്, ഒരു കുറവാണ് ശരിക്കും പറഞ്ഞത്. ആ ഒരു മേഖലയിലൊക്കെ നമുക്ക് ഇന്ത്യക്ക് ഒത്തിരി മുന്നോട്ട് പോവുകയും കാരണം ഇത് നമ്മൾ വാർ ചെയ്യുന്നതിനപ്പുറം ഇതുപോലുള്ള പ്രൊപ്പഗണ്ടകളും നറേറ്റീവ് ഉണ്ടാക്കി ലോകത്തിനെ മൊത്തം നമുക്ക് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ലോകത്തിനെ നമുക്ക് കൺവിൻസ് ചെയ്യുക എന്നൊക്കെയുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളാണ്. കാരണം നേരിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ അല്ലെങ്കിൽ അതിന് ശേഷവും നമുക്കിപ്പോൾ നഷ്ടം ഉണ്ടായാലും നമുക്ക് ലാഭം ഉണ്ടായാലും ഈ സൈക്കോളജിക്കൽ വാറും ഇൻഫർമേഷൻ വാറും അതുപോലെ തന്നെ ഈ നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് നമുക്കത് ശക്തമായിട്ട് അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ എന്താ പറയുന്നത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതൊക്കെ വളരെ ഒരു രാജ്യത്തിൻ്റെ കഴിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പലപ്പോഴും പറയാറുണ്ട് യുദ്ധഭൂമിയിലല്ല ജയിക്കുന്നത്, ഇതുപോലുള്ള ഇടങ്ങളിലാണ് ജയിക്കുന്നത് എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ടെക്നോളജി പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ നമുക്ക് കിട്ടിയൊരു അവസരമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയുടെ വെപ്പൺ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഒക്കെ തന്നെ ഒരു കഴിവ് മേന്മ ലോകത്തിന് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ തേജസിൻ്റെ മോഡൽസ് അതുപോലെ മറ്റ് തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിക്കുന്ന പലതരത്തിലുള്ള വെപ്പൺ സിസ്റ്റംസ് ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ നല്ല നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഇടം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്ന ചില മേഖലകളാണ്. അപ്പം അതിനകത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ചുവടുവെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഡിഫൻസ് എക്സ്പോർട്ടിൽ അത്യാവശ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ടോപ്പ് 10 വന്നിട്ടില്ല എന്നതിനാൽ തന്നെയും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മൊമെന്റം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 ഇയേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗ്ലോബൽ ഡിഫൻസ്
മാർക്കറ്റിൽ അല്ലെങ്കിൽ ആംസ് എക്സ്പോർട്ട് കൺട്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ എന്താണ് പറയുന്നത്, നമ്മളുടെ സ്റ്റേറ്റസ് അത് മാറ്റും, നമ്മളുടെ ഇമേജ് അത് മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് ആയിരുന്നു, ഒരു ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ അത് ചൈനയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു, കാരണം പാകിസ്ഥാൻ നമുക്ക് അവരുടെ ഡീപ് പെനിട്രേഷൻ അറ്റാക്കുകൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ലോകം വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ ഒരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരം നഷ്ടപ്പെടുത്തുവാൻ കഴിയില്ല. ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിന് അതൊരു എന്താ പറയുന്നത്, ഒരു ആഡഡ് ബൂസ്റ്റ് ലഭിച്ചിട്ടുണ്ട്, ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ലോകത്തിലെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ വെപ്പൺസിലും ഇന്ത്യയുടെ ടെക്നോളജിയുടെ കാര്യത്തിലും ചൈനയെ അതിനുശേഷം ചൈനയെ പല രാജ്യങ്ങളും ഒഴിവാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ് സ്റ്റെൽത്ത് ഫൈറ്റർ അതിൻ്റെ ഒരു പിന്നെ പ്രോജക്റ്റാണ് നമുക്ക്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. തേജസ് മാർക്ക് 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ AMC സ്റ്റെൽത്ത് ഫൈറ്റർ, അത് ഏകദേശം കുറെ സമയമെടുക്കും. കാരണം ഇന്ത്യക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പ കാര്യങ്ങളൊന്നുമില്ല. കാരണം പല കാര്യങ്ങളും നമുക്ക് പുറത്തുനിന്ന് ഇപ്പോഴും നമുക്ക് പ്രൊക്യൂർ ചെയ്യണം, എഞ്ചിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് വിജയകരമായിട്ട് നമുക്കത് പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും പൂർത്തീകരണമോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം എക്സ്പോർട്ട് വേരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിൽ, കാരണം ഇന്ത്യ ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് നമുക്ക് സ്വന്തമായി നമുക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ എൻജിൻസ് എല്ലാം ഇപ്പോഴും നമ്മൾ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നോ ഒക്കെ തന്നെയാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയിൽ ഏറെക്കുറെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് നമുക്ക് മറ്റ് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് മേടിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇമേജും സ്റ്റേറ്റസും വർദ്ധിപ്പിക്കുന്നതാണ്. അതുതന്നെയല്ല, മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ചൈന, ഇസ്രായേലില്ല, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളെ പോലെ തന്നെ നമുക്കും ഫൈറ്റർ ജെറ്റ് നിർമ്മിച്ച് വിൽക്കുന്ന ഒരു രാജ്യം എന്നൊരു പട്ടികയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ സാധിക്കും. പക്ഷേ അല്പസമയം കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ പറഞ്ഞ ചൈനയുടെ ഈ നഷ്ടം, അതായത് പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങൾ ഫലപ്രദമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെയും അതുപോലെ തന്നെ S-400 ഒക്കെ മുമ്പിൽ അത് നിഷ്പ്രയോജനമായി എന്നുള്ള കാഴ്ചയാണ് നമുക്കെല്ലാം ലോകത്തിന് മൊത്തം കാണാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫൈറ്ററിൻ്റെ കാര്യത്തിൽ ഈ ചൈനയ്ക്കുണ്ടായ നഷ്ടം, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ചൈനയ്ക്ക് കിട്ടിയ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ്. കാരണം ചൈനയിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ടൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിന് പകരം അവർ ശ്രമിച്ചത് ചൈനയും പാകിസ്ഥാനുടെ ഇന്ത്യയെ കരുതേച്ച് കാണിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അത് ഫലവത്തായില്ല. ഇനിഷ്യലി അത് വിജയിച്ചെങ്കിലും പക്ഷേ പിന്നീട് അത് ഇന്ത്യയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഇന്ത്യ ആണ് പിന്നെ വിജയിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യക്കാണ് അപ്പർ ഹാൻഡ് കിട്ടിയതെന്നുള്ളത് ലോകത്തിന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റിയാണ് ചൈനയുടെ ഈ ജങ്കായിട്ടുള്ള സാധനത്തെക്കാളും. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ആശ്രയിക്കാനുള്ള സാധ്യതയാണ് നമുക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിന് അത് കൂടുതൽ ഒരു ശക്തി പകരുന്ന കാര്യമാണ്. അത് നമുക്ക് ബില്യൺസ് ഏൺ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ലക്ഷക്കണക്കിന് ജോലികൾ നമുക്കിവിടെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു കാര്യമാകും. അപ്പോൾ അതിലൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ് കൂടുതൽ ഫോക്കസോടെ ചെയ്യണം. ഒരുപക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെൻറ് അതിനകത്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ തേജസ് എയർക്രാഫ്റ്റിൻ്റെ കാര്യമാണ്. അത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്താൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇന്ത്യയുടെ എയർഫോഴ്സ് പൈലറ്റ്സ് ലോകത്തിലെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള പൈലറ്റുമാരാണ്. അതിൻ്റെ കൂടെ നമ്മുടെ എയർ ഡിഫൻസ്, നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എയർ ഡിഫൻസ് കൂടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ധുവിൽ നമുക്ക് പാകിസ്ഥാനെതിരെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ പ്രഗത്ഭരായ പൈലറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ കൂടെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ റഫേലിനെ പോലെ അല്ലെങ്കിൽ റഷ്യയുടെ ജെറ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമുക്കതിനെ ആശ്രയിക്കേണ്ട ആവശ്യം വരത്തില്ല.
പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പല രാജ്യങ്ങളും പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, അല്ലെങ്കിൽ പിന്നെ ബ്രസീൽ, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ നമ്മളെ ഫൈറ്റർ ജെറ്റ് മേടിക്കുവാൻ അവർക്ക് താല്പര്യമുണ്ടാകും. കാരണം ഇപ്പം നമ്മൾ ബ്രഹ്മോസ് മിസൈല് ഫിലിപ്പീൻസിനും വിയറ്റ്നാമിനും അതുപോലെ തന്നെ ഇന്തോനേഷ്യയ്ക്കും ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. അർമീനിയയ്ക്ക് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും ഇതുപോലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം വാങ്ങിക്കുവാൻ തീർച്ചയായിട്ടും താല്പര്യപ്പെടും. കാരണം അവർക്ക് ഇന്ത്യയുടെ വെപ്പൺ സിസ്റ്റത്തിലുള്ള നമ്മളുടെ ക്വാളിറ്റിയിലും അതുപോലെ ടെക്നോളജിയുടെ പിന്നെ മേന്മയിലും ഒക്കെ ഇപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു അത് ക്രെഡിബിൾ ആണ് അല്ലെങ്കിൽ റിലയബിൾ ആണ് എന്നുള്ളൊരു പേര് നമുക്കുണ്ട് തീർച്ചയായിട്ടും തന്നെയല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മളുടെ കാരണം ചൈനയുടെ ഈ ജങ്ക് എന്ന് പറയുന്ന സാധനത്തെ പലരും ഉപേക്ഷിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്കൊരു എന്താ പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും അത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഫലപ്രദമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് പറയുന്നത് പവർ നമുക്ക് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റ് ഷെയറിലുള്ള ഗ്രാഫിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ മിലിറ്ററിലി നമ്മൾ തോൽപ്പിച്ചു എന്നതിനപ്പുറം അത് ചൈനയുടെ ഡിഫൻസ് എക്സ്പോർട്ടിന് കനത്ത പ്രഹരം നൽകുന്ന ഒരു അവസ്ഥയും കൂടെ ആയിരുന്നു. പല രാജ്യങ്ങളും ചൈനയിൽ നിന്നും വാങ്ങിക്കാനിരുന്ന ആയുധങ്ങൾ, പ്രത്യേകിച്ച് ഫൈറ്റർ ജെറ്റുകൾ അതുപോലുള്ള വെപ്പൺസ്, അതിനുവേണ്ടിയുള്ള ഓർഡേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്തു. പൈസ കൊടുത്ത ആൾക്കാർ റീഫണ്ട് മേടിച്ചു, അല്ലെങ്കിൽ റീഫണ്ടിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മേടിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാൻസ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് ചൈനയുടെ ക്രെഡിബിലിറ്റി പാടെ തകർക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവർക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവറി വളരെ കാലതാമസം എടുക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും ഒരു എടുത്തു പറയത്തക്ക നേട്ടം തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പഹൽഗാം ടെറർ അറ്റാക്കിൽ നമ്മുടെ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നത് ഏറ്റവും നമുക്ക് ഒരു ദുഃഖകരമായ അവസ്ഥയാണെങ്കിൽ തന്നെയും മറുസൈഡിൽ, കാരണം ഏതൊരു അവസ്ഥയ്ക്കും രണ്ട് സൈഡ് ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നൊരു വശവും അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡും ഉണ്ടായപ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് രാജ്യത്തിന് ഇങ്ങനൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ടർക്കിയുടെയും ചൈനയുടെയും ആയുധങ്ങൾ വൻതോതിൽ, ടർക്കിയുടെ ഡ്രോണുകളൊക്കെ തന്നെ നമുക്കറിയാം, അതിനെ ഫലപ്രദമായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് സ്വയം നമ്മൾ നിർമ്മിച്ചെടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം, പിന്നെ റഷ്യയിൽ നിന്നുള്ളതും ഇസ്രായേലിൽ നിന്നുള്ളതും ഒക്കെ ഉപയോഗിച്ചാണ്, കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ സ്കൈയെ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ എന്താണ് നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നമ്മുടെ അസറ്റ്സിനെയൊക്കെ തന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചതും വളരെ കുറഞ്ഞ പരിക്കുകൾ മാത്രം. കാരണം എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ടും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പരിക്ക് പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്പസ്വല്പം പരിക്കുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മേജർ ഡാമേജസ് നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ നമ്മളുടെ വെപ്പൺ സിസ്റ്റത്തിലുള്ള മികവും അല്ലെങ്കിൽ എഫിഷ്യൻസിയും കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. അത് നമുക്ക് ലോകത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇന്ത്യൻ റഫേൽ, അതായത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് റഫേൽ വിമാനം. പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ റഫേലായിരുന്നു ശരിക്കുള്ള റോൾ വഹിച്ചത്. പാകിസ്ഥാൻ ആദ്യം അവരുടെ പ്രൊപ്പഗണ്ടയിൽ കൂടെ പറഞ്ഞത് ഇന്ത്യക്ക് കുറേ റഫേൽ വിമാനങ്ങൾ നഷ്ടമായി, ഞങ്ങൾ അടിച്ച് ഷൂട്ട് ഡൗൺ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു റഫേൽ വിമാനം പോലും പാകിസ്ഥാൻ ഷൂട്ട് ഡൗൺ ചെയ്തില്ല. ഇന്ത്യക്ക് ഒരു റഫേൽ വിമാനം പോലും നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു പൈലറ്റിനെ പോലും നമുക്ക് നഷ്ടമായിട്ടില്ല. എല്ലാവരും വളരെ സേഫായിട്ട് അവരുടെ ബേസിൽ തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.
അപ്പോൾ അവർ തിരിച്ചു വന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിമാനങ്ങൾ നഷ്ടമാകാനുള്ള സാധ്യതയില്ലല്ലോ. S-400 ആകാശ് സിസ്റ്റം ഒക്കെ തന്നെ നമ്മുടെ പിന്നെ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യൻ റഫേൽ വിമാനം ഓടിച്ച പൈലറ്റുമാർ പാകിസ്ഥാന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങിയായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷെ പാകിസ്ഥാന്റെയും ചൈനയുടെയും കൂടെ പ്രൊപ്പഗണ്ടയും ഈ പറഞ്ഞ ഈ സൈക്കോളജിക്കൽ വാർഫെയർ ആ സമയത്ത് അവർക്കൊരു അപ്പർ ഹാൻഡ്, അവർക്കൊരു വിജയം, കാരണം ലോകം അതിനെ വിശ്വസിച്ചു എന്നുള്ള, കാരണം അതിനെ കോട്ട് ചെയ്ത് പല വെസ്റ്റേൺ മീഡിയാസ് ഒക്കെ തന്നെ ആദ്യമേ എഴുതുകയുണ്ടേ ഇന്ത്യക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ല എന്നുള്ളത് ഇന്ത്യക്ക് അത് തെളിയിക്കാൻ സാധിച്ചു. പിന്നീടുള്ള സാറ്റലൈറ്റ് പിക്ചറിൽ കൂടെയും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജിൽ കൂടെയും നമ്മൾ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ലോകത്തിനെ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയും അതുപോലെ തന്നെ ഈ ചൈനയുടെ ഈ ടെക്നോളജിയിലുള്ള പാപ്പരത്വവും ലോകത്തിന് തെളിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്തിലൊരു കാര്യം എന്ന് പറയാനായിട്ട്. പിന്നുള്ളത് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇനിയും ഏതൊക്കെ രാജ്യങ്ങളാണ് ചൈനയെ ഇതിനു ശേഷം ഒഴിവാക്കിയത് എന്നുള്ളതാണ്. ഈജിപ്റ്റ് പിന്നെ റഫേൽ ഫൈറ്റർ ജെറ്റ്സ് വാങ്ങുവാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ റഷ്യയുടെ Su-35. അറബ് കൺട്രീസ് പാകിസ്ഥാനും ചൈനയും വിചാരിച്ചിരുന്ന ചില രാജ്യങ്ങളുണ്ട് അറബ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും വാങ്ങിക്കാൻ താല്പര്യപ്പെട്ടത് എന്നുള്ളത്. അവരൊക്കെ തന്നെ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ചൈനയുടെ ഫൈറ്റർ ജെറ്റ്സും അല്ലെങ്കിൽ അതുപോലുള്ള അവരുടെ അഡ്വാൻസ്ഡ് ഈ സ്റ്റെൽത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വേണ്ട എന്ന് വെച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് UAE, സൗദി, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, ഈജിപ്തിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈജിപ്റ്റ് റഫേലും അതുപോലെ റഷ്യയുടെ Su-35 മേടിക്കാൻ തീരുമാനമെടുത്തു, ചൈനയെ ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ് നമുക്ക്. അവർ പറഞ്ഞ ഞങ്ങൾക്ക് റിയൽ ഫൈറ്റേഴ്സാണ് വേണ്ടത്, അല്ലാതെ ചൈനയുടെ പാട്ട സാധനമല്ല വേണ്ടതെന്നാണ് അവർ പറഞ്ഞതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത രാജ്യമാണ് നൈജീരിയ. നൈജീരിയ ചൈനയുടെ നോ പറഞ്ഞു. ചൈനയുടെ ജങ്ക് ഞങ്ങൾക്ക് വേണ്ട, JF-17 ഫൈറ്റർ ജെറ്റിൻ്റെ ഓർഡറെല്ലാം അവർ ക്യാൻസൽ ചെയ്തു. ഒരിക്കലും ചൈനയുടെ എയർക്രാഫ്റ്റ് മേടിക്കത്തില്ലെന്ന് അവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അതുപോലെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഓപ്പറേഷൻ സിന്ദൂർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാജ്യങ്ങളിൽ വാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ, യുദ്ധം അവർ വാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന, ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ വാർ സ്ട്രാറ്റജി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് പാകിസ്ഥാൻ ചൈനയുടെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ടർക്കിയുടെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ ചൈനയുടെയും ടർക്കിയുടെയൊക്കെ ആയുധങ്ങളിൽ താല്പര്യമുള്ള രാജ്യങ്ങൾ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ഈ ആയുധങ്ങളുടെയൊക്കെ പിന്നെ എഫിഷ്യൻസി എന്താണ്, മെച്ചം എന്താണ്, മേന്മ എന്താണ്. അതിൽ തിരിച്ചും ഇന്ത്യ ഉപയോഗിക്കുന്ന വെപ്പൺ സിസ്റ്റംസ്, എയർ ഡിഫൻസ് സിസ്റ്റം, S-400 ആകാശ് സിസ്റ്റം അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള വെപ്പൺ സിസ്റ്റം ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ സ്കൈയെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും രാജ്യങ്ങൾ ഇത് ഈ പറഞ്ഞ ആയുധങ്ങളെക്കുറിച്ച് അവർ പഠിക്കുകയും അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ ഈ ആയുധങ്ങൾ വേണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇങ്ങനെയുള്ളൊരു പെർഫോമൻസ് ഇരു രാജ്യങ്ങളുടെയും പക്കൽ നിന്നുണ്ടായതിനു ശേഷം പാകിസ്ഥാനും ചൈനയ്ക്കും വൻതോതിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും പല രാജ്യങ്ങളും നമ്മളെ വിശ്വസിക്കാതെ നമ്മുടെ ആയുധത്തിൻ്റെ ടെക്നോളജിയുടെ സുപ്പീരിയോറിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ തന്നെ ഒരു പ്രകടമായിട്ടുള്ളൊരു കാഴ്ചയായതുകൊണ്ട് പല രാജ്യങ്ങളും ചൈനയെ വിട്ട് ഇന്ത്യയിലേക്ക് അവരുടെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ടെക്നോളജി ഏത് കാര്യത്തിലായാലും ഒട്ടും മോശമല്ല, ഉള്ളത് മെച്ചപ്പെട്ട സാധനമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അല്ലേ, ഏത് കാര്യത്തിലും. കാരണം ഈ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമില്ല ഇന്ത്യക്ക്. കാരണം ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജി ഏത് മേഖലയിലാണോ ഉള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ടെക്നോളജി തന്നെയാണ്. അത് ഡിഫൻസിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റേത് കാര്യത്തിലായാലും ശരി. ഇപ്പോൾ ചൈനയുടെ വെപ്പൺസ് എല്ലാം വർത്ത്ലെസ് ആയിട്ടുള്ള സ്ക്രാപ്പ് മെറ്റലാണെന്നും ഒക്കെ തന്നെയുള്ളൊരു പൊതുവെയുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ലോകമെമ്പാടും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും നല്ല പണി കൊടുത്തത് ചൈനയ്ക്കാണ് എന്നുള്ളതാണ്. പിന്നെ ബംഗ്ലാദേശ്, അവരുടെ ഏറ്റവും അടുത്ത രാജ്യമായിട്ടുള്ള, സുഹൃത്ത് രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് പോലും ചൈനയുടെ ആയുധങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് യൂറോ ഫൈറ്റർ ടൈഫൂണിന് വേണ്ടി അവർ തീരുമാനമെടുക്കുകയുണ്ടായി. അപ്പോൾ ചൈനയുടെ സാധനങ്ങൾ മേടിക്കണം, JF-17, J-10C ഇതൊക്കെ മേടിക്കാൻ വേണ്ടി അവർ കാത്തുകെട്ടിരിക്കുകയായിരുന്നു.
കാരണം അന്നേരമാണ് ഓപ്പറേഷൻ സിന്ദൂർ വന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ ഇതിന്റെ പ്രകടനം കണ്ടപ്പോൾ ബംഗ്ലാദേശ് തന്നെ കണ്ണു തള്ളി. പാകിസ്ഥാന് തന്നെ പണി കിട്ടിയ അവസ്ഥയാണ് ഓപ്പറേഷൻ സിന്ദൂർ തന്നെ. കാരണം വലിയ കാര്യത്തെ എല്ലാം ചൈനയിൽ നിന്ന് മേടിച്ച് കൂട്ടിയിട്ട് ആവശ്യം വന്നപ്പം എല്ലാം വെറും കളിപ്പാട്ടം പോലെ അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ എന്നോ ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാനും പോയത്. മനസ്സിലല്ലോ. അപ്പോൾ ബംഗ്ലാദേശും കൈയൊഴിഞ്ഞു. അതുകൊണ്ട് അവര് ചൈനയ്ക്ക് കൊടുക്കാതിരുന്ന ഓർഡറുകളെല്ലാം തന്നെ ക്യാൻസലാക്കി. ഇറ്റലിയുടെ യൂറോഫൈറ്റ് ടൈഫൂൺ അവർ മേടിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അപ്പം ചൈന പറയുന്നത് ഞങ്ങളുടെ ആയുധങ്ങളെല്ലാം വളരെ അഫോർഡബിൾ ആണ്, ഏത് രാജ്യത്തിനും മേടിക്കാം, വലിയ ചിലവൊന്നുമില്ല. പക്ഷേ ചിലവില്ലെങ്കിൽ തന്നെയും അതിനകത്തിൽ കാര്യമായിട്ടുള്ള ടെക്നോളജി ഒന്നുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈജിപ്റ്റ്, നൈജീരിയ, ബംഗ്ലാദേശ്, അടുത്ത ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് പറയുന്നത്, ചൈനയുടെ പ്രൊപ്പഗണ്ട കേട്ട് ആദ്യം വിശ്വസിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞത്. 42 റഫേൽ മേടിക്കാനുള്ള ഓർഡർ അവർ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് J-10C ചൈനയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തു. ഇപ്പം അവർ പറയുന്നത് ഇത് വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി എന്നാണ് ഇന്തോനേഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. അല്ല, ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ വലിയൊരു മണ്ടത്തരമായിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ചൈനയുടെ പൊള്ളത്തരങ്ങളെല്ലാം വെളിവാക്കി. അതുകൊണ്ട് ഇന്തോനേഷ്യക്ക് വലിയൊരു തട്ട് അല്ലെങ്കിൽ വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണ്. ചൈനയിൽ നിന്നും ഈ പറഞ്ഞ J-10C മേടിക്കാൻ തീരുമാനമെടുത്തത്. റഫേൽ മേടിക്കാൻ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് ആദ്യമേ അവർ ചൈനയും പാകിസ്ഥാനോട് അടിച്ചിറക്കിയത്. റഫേൽ വെറും പാട്ട സാധനമാണ്. പാകിസ്ഥാൻ ഇന്ത്യയുടെ പിന്നെ 4-5 റഫേലൊക്കെ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നുള്ളൊരു പ്രൊപ്പഗണ്ട അവർ അടിച്ചിറക്കിയതിൻ്റെ ഫലമായിട്ട് ഇന്തോനേഷ്യ ആദ്യമേ അത് കയറി പിടിച്ചിട്ട് അതങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവർ റഫേൽ മേടിക്കാൻ വേണ്ടി വീണ്ടും ഫ്രാൻസിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അതും ചൈനയ്ക്ക് ഒരു നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഈ പറഞ്ഞ ചൈനയുമായിട്ടുള്ള ഓർഡറുകളെല്ലാം ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പ്രൊപ്പഗണ്ട പാകിസ്ഥാൻ്റെ നൊട്ടോറിയസാണ്. ഇപ്പോൾ ചൈനയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടർക്കി അതിനകത്തിലുണ്ട്. ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധ ഈ പ്രൊപ്പഗണ്ടകൾ അടിച്ചിറക്കുവാൻ വേണ്ടി. കാരണം ഈ ടർക്കിയുടെ ഒരു സ്റ്റേറ്റ് റൺ മീഡിയ ഉണ്ട്, TRT എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ ഗവൺമെന്റ് നമ്മുടെ ദൂരദർശൻ പോലെ സ്റ്റേറ്റ് റൺ മീഡിയ അവരുടെ TRT. അതിനകത്തേക്കൊക്കെ നമ്മുടെ അൽ ജസീറയുടെ ഒരു ചേട്ടനായിട്ട് അതിനായിട്ടൊക്കെ വരും ഈ TRT എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, ഇന്ത്യയെ വളരെ മോശമാക്കി കാണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ അതിനകത്തുള്ള ഇന്ത്യക്ക് കനത്ത നഷ്ടങ്ങൾ നേരിട്ടു. പാകിസ്ഥാൻ ജയിച്ചു, പാകിസ്ഥാൻ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങളൊക്കെ അടിച്ചിടാൻ സാധിച്ചു എന്നൊക്കെയുള്ളൊരു വലിയ ഉറപ്പുകൊണ്ട് നമുക്ക് ആ സമയത്തൊക്കെ കാണുവാനും കേൾക്കുവാനും സാധിച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാനും ചൈനയും തമ്മിൽ മാസീവായിട്ടുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പ്രത്യേകിച്ച് അവർ കാട്ടിക്കൂട്ടിയതാണ്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങളെല്ലാം അടിച്ചിട്ടു, അതുപോലെ S-400 എല്ലാം നശിപ്പിച്ചു, ആകാശ് മിസൈൽ നശിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എവിഡൻസ് ഒന്നുമില്ല, വെറും പ്രൊപ്പഗണ്ട മാത്രമാണ്. മനസ്സിലായില്ല, പ്രൂഫ് ഇല്ല, എവിഡൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ആദ്യം ലോകം വിശ്വസിച്ചു. അതിൻ്റെ ചുവട് പിടിച്ചാണ് പല വെസ്റ്റേൺ മീഡിയാസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിന്റ് മീഡിയ എസ്പെഷ്യലി, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ ഒക്കെ തന്നെ ഈ പ്രൊപ്പഗണ്ടയുടെ ചുവട് പിടിച്ചാണ് ആദ്യം അവർ ന്യൂസുകളെല്ലാം പുറത്തിറക്കിയത്. പക്ഷേ പിന്നീട് ഇന്ത്യ പതുക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ത്യ പതുക്കെ അങ്ങോട്ട് പണി തുടങ്ങി. ഇന്ത്യ പ്രൂഫ് എല്ലാം നിരത്തി ലോകത്തിന് മുമ്പിൽ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ചൈനയും പാകിസ്ഥാനും പറഞ്ഞല്ല ശരി, ഇതാണ് കറക്റ്റായിട്ടുള്ള കാര്യം എന്നാണ്. അപ്പോൾ ചൈനയുടെ ഈ J-10C ഫൈറ്റർ ജെറ്റ് ആണല്ലോ അവരുടെ വലിയ ഈ ഫേക്ക് റഫേൽ കില്ലർ. എന്ന് വെച്ചാൽ റഫേലിനെ ശരിയാക്കിയ ഷൂട്ട് ഡൗൺ ചെയ്ത സാധനമെന്നും പറഞ്ഞാണല്ലോ അവർ ആദ്യമൊക്കെ ഈ പ്രൊപ്പഗണ്ട ഇറക്കുന്നത്. അപ്പോൾ അവരെ റഫേൽ കില്ലർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടാണ് ഇന്തോനേഷ്യക്ക് റഫേലിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഈ പറഞ്ഞ സാധനത്തിന് വേണ്ടി പോയത്. അപ്പോൾ അത് ഈ ശരിക്കും പറഞ്ഞാൽ ചൈന ഇത് ഉണ്ടാക്കിയത് റഷ്യയുടെ സുഖോയ് 30 ടെക്നോളജി, അതുപോലെ അമേരിക്കയുടെ F-16 ഡിസൈനൊക്കെ മോട്ടിച്ചിട്ടാണ്, സ്റ്റീൽ ചെയ്തിട്ടാണ്. കാരണം ചൈനയുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞ ഇതാണല്ലോ, മോഷണമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ മോഷണം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ മോഷണമുണ്ട്. അവർ പല രാജ്യങ്ങളെ ഉപയോഗിച്ച് മോഷ്ടിക്കും, അതുപോലെ തന്നെ നേരിട്ട് മോഷ്ടിക്കും, റീ എഞ്ചിനീയർ ചെയ്യും. അങ്ങനെ പല രീതിയിലാണ് ചൈന ഈ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ റഷ്യയുടെ Su-30 ടെക്നോളജിയും അതുകൊണ്ടാണ് ഈ പല രാജ്യങ്ങളും അവരുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾക്ക് പോലും ഇതുപോലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഒന്നും കൊടുക്കാൻ അവർക്ക് ഈ വിസമ്മതം അല്ലെങ്കിൽ സമ്മതം ഇല്ലാതെ. ഇപ്പം അമേരിക്ക ഈ സൗദി അറേബ്യക്ക് F-35 കൊടുക്കാനുള്ള ഇതിൽ വന്നപ്പോഴും അവർക്ക് ഉള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ നിന്ന് ഇതിൻ്റെ ടെക്നോളജി ചൈനയിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു. കാരണം നേരത്തെ UAE-യിൽ നിന്നും ചൈനയ്ക്ക് ഈ പറഞ്ഞ അമേരിക്കൻ
വെപ്പൺസിൻ്റെ ടെക്നോളജി എല്ലാം ലീക്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സൗദിക്ക് F-35 കൊടുത്തു കഴിഞ്ഞാൽ ചൈനയും സൗദിയും തമ്മിൽ നല്ല ബന്ധമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ടെക്നോളജി ചൈനയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആശങ്ക പെൻറ്റഗന്റെ ഭാഗത്തു നിന്ന് ഈ അടുത്ത സമയത്ത് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും റഷ്യയുടെ അമേരിക്കയുടെ ഒക്കെ ടെക്നോളജി മോട്ടിച്ചും അല്ലെങ്കിൽ കട്ടെടുത്തുമൊക്കെയാണ് ചൈന പല ആയുധങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് ഈ J-10C ഫൈറ്റർ ജെറ്റ് പിന്നെ ഇന്ത്യയുടെ റഫേലിനേക്കാളുള്ള പിന്നെ മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ അത് ലോകത്തെ അവർക്ക് വിശ്വസിപ്പിക്കാൻ ആദ്യം കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇന്ത്യ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തി അതിനെല്ലാം കൗണ്ടർ ചെയ്തതിന് ശേഷമാണ് ലോകത്തിന് ഈ കൃത്യമായിട്ടുള്ള വിവരം അല്ലെങ്കിൽ എന്താണ് സത്യം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. കാരണം യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ. പെരു രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ലോകത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. ഒരുപക്ഷെ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ റിവ്യൂസും അല്ലെങ്കിൽ പഠനങ്ങളും ഒക്കെ നടത്തുമ്പോഴേ നമുക്ക് കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ആർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായത്, ഏതൊക്കെ ആയുധങ്ങളായിരുന്നു നല്ലത്, മെച്ചപ്പെട്ടത്, ഏതൊക്കെയായിരുന്നു മോശം എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിനുശേഷം മാത്രമേ അറിയത്തുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മളുടെ ഈ സാറ്റലൈറ്റ് ഇമേജുകളൊക്കെ തന്നെ നമുക്ക് ലോകത്തിന് മുന്നിൽ പിന്നീട് ഈ നമുക്കറിയാം നമ്മുടെ ഡിഫൻസ് അവർ മീഡിയ പിന്നെ പ്രസ് കോൺഫറൻസ് നടത്തിയ സമയത്തൊക്കെ ഈ സാറ്റലൈറ്റ് ഇമേജൊക്കെ അവർ റിവീൽ ചെയ്യുകയും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സക്സസിനെ നമുക്ക് ലോകത്തിന് മുമ്പിൽ തെളിയിക്കാനൊക്കെ കഴിയുകയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയൊക്കെ പ്രൊപ്പഗണ്ട മെഷീനെ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട നമുക്ക് തീർച്ചയായിട്ടും തച്ചുടയ്ക്കാൻ സാധിക്കുകയും ചെയ്തത് ആ സമയത്താണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ലോകത്തിന് ഈ സത്യം മനസ്സിലായി. പാകിസ്ഥാൻ്റെ ടെറർ ക്യാമ്പ്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പാകിസ്ഥാൻ്റെ കള്ളങ്ങൾ നമുക്ക് പൊളിക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തിലെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ. അത് യുദ്ധത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് പതുക്കെ നമ്മൾ ടൈം എടുത്ത് ആണ് നമുക്കിത് ലോകത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടത് പാകിസ്ഥാൻ നഷ്ടപ്പെടാനല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ചൈനയ്ക്കാണ് നഷ്ടപ്പെടാനുള്ളതെല്ലാം. കാരണം ചൈനയ്ക്ക് വലിയ ആയുധ വ്യാപാര മാർക്കറ്റിൽ വലിയൊരു ആയുധ വ്യാപാരമാണ് ഈ നഷ്ടമായത്. അതായത് ഈജിപ്റ്റ്, നൈജീരിയ, പിന്നെ ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, അങ്ങനെ പല രാജ്യങ്ങളും. ഇപ്പോൾ ഈ എടുത്തു പറയത്തക്ക ഈ 4 രാജ്യങ്ങളാണ് നമുക്ക് ഉള്ളത്. പക്ഷേ പല രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള പല രാജ്യങ്ങളും അവരുടെ ആയുധങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും അത് വേണ്ട എന്ന് വെച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ആ പ്രകടനത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആയുധത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെപ്പൺസിൻ്റെ അല്ല നമ്മളുടെ ടെക്നോളജിയുടെ മേന്മയും അതുപോലെ തന്നെ നമ്മുടെ വെപ്പൺ സിസ്റ്റത്തിൻ്റെയൊക്കെ ക്വാളിറ്റി ഒക്കെ തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനേക്കാൾ കൂടുതലും ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ചൈനയ്ക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.